ഹൈലൈറ്റ് അദീന ശരിക്കും വളരെ യുണീക്കായിട്ട് ഡിസൈൻ ചെയ്തൊരു പ്രൊജക്റ്റാണ്. ശരിക്കും ഞങ്ങൾ ബാക്കി പ്രൊജക്റ്റ് കമ്പയർ ചെയ്യുമ്പം ശരിക്കും സൈസ് കൊണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രൊജക്റ്റാണ്. ഞങ്ങൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യാനുള്ളൊരു ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് വെൽവിഷേഴ്സ് പറയാറുണ്ട് അവർക്ക് ഹൈലൈറ്റിലൊരു അപ്പാർട്ട്മെൻറ്റ്സ് വേണം, പക്ഷേ അവർക്ക് നല്ല ക്വാളിറ്റി വേണം, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ അമ്യൂണിറ്റീസ് വേണം, നല്ല ലിവിങ് സ്റ്റാൻഡേർഡ് വേണം. പക്ഷേ അവരുടെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസിയാണ്. നല്ല പ്രൈവസിയുള്ള പ്രൊജക്റ്റ് തന്നെ വേണം. അപ്പം നമ്മളൊരു ഒരുപാട് പേരുള്ള പ്രോജക്റ്റിൽ താമസിക്കുന്ന ഇഷ്ടപ്പെടാത്തൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു വളരെ ലിമിറ്റഡ് എഡിഷൻ പോലെ ചെയ്ത ഒരു പ്രൊജക്റ്റാണ് അദീന. അപ്പോൾ അദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ 21 അപ്പാർട്ട്മെൻറ്റ്സേ ഉള്ളൂ. ടോട്ടൽ 37 സെൻസിലാണ് വരുന്നത്. അങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഞങ്ങളുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്യൂണിറ്റീസിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹൈലൈറ്റിൽ വരുന്ന ആൾക്കാർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ ഞങ്ങൾ അമ്യൂണിറ്റീസിലൊന്നും കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് ഒരു നല്ല ബാഡ്മിൻ്റൺ കോർട്ട്, ഇൻഡോർ കോർട്ട് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു മിനി പൂൾ കൊടുത്തിട്ടുണ്ട്, ജിമ്മ് കൊടുത്തിട്ടുണ്ട്, ഒരു കിഡ്സ് പ്ലേ ഏരിയൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ അസോസിയേഷൻ റൂം കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ലോബി കൊടുത്തിട്ടുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റിന് വേണ്ട എല്ലാ ഫെസിലിറ്റീസും നമ്മളത് അവർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ശരിക്കും അവരെ ഒരു പ്രൈവസീനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ഓരോ അമ്യൂണിറ്റീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് ശരിക്കും G+7 8 ഫ്ലോറിലായിട്ടാണുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ അമ്യൂണിറ്റീസും അതേപോലെ തന്നെ ഈ ലോബി ഫെസിലിറ്റീസാണ് വരുന്നത്. 7 ഫ്ലോറിലായിട്ടാണ് അപ്പാർട്ട്മെൻറ്റ്സ് വരുന്നത്. ശരിക്കും ഒരു ഫ്ലോറിൽ 3 അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും. ഈ 3 അപ്പാർട്ട്മെൻറ്റ്സിൽ ഒരു 3 BHKയും 2 2 BHK വരുന്നത്. 3 BHK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1755 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 2 BHK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1289 സ്ക്വയർ ഫീറ്റും 1224 സ്ക്വയർ ഫീറ്റും. ഇങ്ങനെ 3 അപ്പാർട്ട്മെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ ഇത് മൂന്ന് കോർണറിലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവർക്ക് വേണ്ട പ്രൈവസി അത് കറക്റ്റ് പ്ലേസ് ചെയ്തിട്ടാണ് കൊടുത്തത്. ഓരോ അപ്പാർട്ട്മെൻറ്റ്സും ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൈവസി പോകാത്ത രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ക്രോസ് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ സ്ക്വയർ ഫീറ്റ്, ഓരോ ഏരിയയും വളരെ എഫിഷ്യൻ്റായിട്ട് ഒരു ഏരിയ പോലും വേസ്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അതിൻ്റെ ഇൻറ്റേർണൽ ഡിസൈൻസ് വരുന്നത്. അതിനൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. പിന്നെ അതേപോലെ നേരത്തെ പറഞ്ഞ അമ്യൂണിറ്റീസ് ആയിട്ട് ഇപ്പോൾ ഇൻഡോർ കോർട്ട്, മിനി പൂള്, ജിമ്മ് ഒക്കെ കൊടുത്തത് നമ്മൾ സെപ്പറേറ്റ് ഇതിനോട് ഈ ബിൽഡിങ്ങിനോട് ചേർന്നിട്ട് സെപ്പറേറ്റ് കാർ പാർക്കിംഗ് ബ്ലോക്ക് കൊടുത്തു. ഈ കാർ പാർക്കിംഗ് ബ്ലോക്ക് കൊടുക്കാനുള്ള ലോജിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ചെറിയ പ്രോജക്റ്റ് ചെയ്യുമ്പം ഒരു ലിമിറ്റേഷൻ, ഞങ്ങൾ കാണുന്ന ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളംസ് ഒക്കെ അടുത്താവും. ഈ കോളംസ് അടുത്താവുമ്പം കാർ പാർക്ക് ചെയ്യുമ്പം ഈ കോളംസിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഓരോരുത്തരും കാർ പാർക്ക് ചെയ്യുമ്പോൾ കോളംസിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്ത് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വരും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു കാർ പാർക്കിംഗ് ബ്ലോക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്തൊരു നല്ലൊരു കാർ പാർക്കിംഗ് ബ്ലോക്ക് കൊടുത്തു. ആ കാർ പാർക്കിംഗ് ബ്ലോക്കിൽ തന്നെ അവർക്ക് കാർ കംഫർട്ടബിളായിട്ട് കാർ പാർക്ക് ചെയ്യുക, അവർക്ക് എടുത്തു പോകാനുള്ള ഒരു പ്രൊവിഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെയാണ് ഈ പറഞ്ഞ അമ്യൂണിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപർപ്പസ് ഹോളാണ്. അവർക്ക് ബാഡ്മിൻ്റൺ കളിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അതേപോലെ ഒരു മിനി പൂളുണ്ട്, ഒരു ജിമ്മുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന് മേലെ കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഓരോരുത്തരെയും പ്രൈവസി എഫക്റ്റ് ചെയ്യുന്നേ ഇല്ല. ഒരു ഫംഗ്ഷൻ ഈ മൾട്ടിപർപ്പസ് ഹോൾ നടക്കുകയാണെങ്കിൽ, ഒരു ഗെയിം നടക്കുകയാണെങ്കിൽ ഒന്നും ശരിക്കും ഈ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ആൾക്കാരെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആദ്യമുള്ളത് പ്രൈവസീനെ ഒരു രീതിയിലും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ശരിക്കും ലാൻഡ് കൺസ്യൂം ചെയ്ത് സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ലാൻഡ് ഞങ്ങൾ ഈ പ്രോജക്റ്റിലേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ കാരണം പ്രൊപ്പോർഷനേറ്റ്ലി ഒരു അപ്പാർട്ട്മെൻറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 21 അപ്പാർട്ട്മെൻറ്റ് ഇത്രയും കൂടുതൽ അമ്യൂണിറ്റീസ് ഒരു ബിൽഡറും പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല, പ്രാക്ടിക്കലല്ല. പക്ഷേ ഞങ്ങൾ അതിലൊന്നും കോംപ്രമൈസ് ചെയ്യാത്ത ഒരു പ്രൊജക്റ്റാണ് വരുന്നത്. പിന്നെ അതേപോലെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും ഈ ഹൈലൈറ്റ് സിറ്റി ടോട്ടൽ ഒരു 65 ഏക്കറാണ്. ടോട്ടൽ 65 ഏക്കറിലാണ് വലിയ ഞങ്ങൾ എക്സ്പാൻഷൻ വരുന്നത്. അതിൽ ഓൾമോസ്റ്റ് ഒരു 25 ഏക്കറിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. അതിന് ഒരു എൻട്രി ഇപ്പോൾ മോളിനോട് ചേർന്നിട്ട് ആണ് ഇപ്പോൾ നമ്മളൊരു എൻട്രി ഉള്ളത്. ഹൈലൈറ്റ് സിറ്റിയിലേക്ക് ഒരു ബ്രിഡ്ജ് എൻട്രി ഉള്ളത്. സെക്കൻഡ് എൻട്രി ആയിട്ട് ഹൈവേ നിന്ന് ശരിക്കും ഒരു ഡയറക്റ്റ് ആക്സസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ സെക്കൻഡ് എൻട്രി ഹൈലൈറ്റ് സിറ്റിയിൽ കയറുന്ന സെക്കൻഡ് എൻട്രീൻ്റെ ഫസ്റ്റ് പ്രൊജക്റ്റായിട്ടാണ് അദീന വരുന്നത്. അപ്പോൾ അത് ശരിക്കും കയറുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കുറച്ചും കൂടി കൂടുക ചെയ്യും. ലിമിറ്റഡ് എഡിഷൻ പ്രോജക്റ്റ് കയറുമ്പോൾ തന്നെ കാണുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു പ്ലേസ്മെൻറ്റ് വരുന്നത്, ലൊക്കേഷൻ വരുന്നത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം നമ്മളെ വീട്ടിൽ ശരിക്കും എല്ലാവരും ഒരേപോലെ ചിന്തിക്കുന്ന ആൾക്കാരാവില്ല. ചില ആൾക്കാർക്ക് അവർക്ക് ഒരുപാട് ഇപ്പം പറയുകയാണെങ്കിൽ ഷോപ്പിംഗ് മാളിലേക്ക് പോകണം, ഷോപ്പ് ചെയ്യണം, ഓഫീസ് ചിലപ്പം അടുത്താവണം അവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ക്ലബിൻ്റെ ഫെസിലിറ്റി വേണ്ടി വരും, പാർട്ടീസ് ജോയിൻ ചെയ്യണം. അങ്ങനെ ഒരുപാട് മിങ്കിൾ ചെയ്യാനും എല്ലാവരായിട്ടും എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചിലപ്പം വളരെ പ്രൈവസി കൺസേൺ ആയിട്ട് പ്രൈവസിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കി കഴിഞ്ഞാൽ ഹൈലൈറ്റ് സിറ്റിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ക്ലബിൻ്റെ ഫെസിലിറ്റി ഉണ്ട്,
എക്സാമ്പിൾ ഓഫീസ് സ്പേസ് ഉണ്ട്, ഷോപ്പിംഗ് മാളുണ്ട്, എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അതേപോലെ മേജർ പാർട്ടീസൊക്കെ നടക്കുന്ന ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ഹാപ്പനിങ്സും ആ ഒരു സിറ്റീൻ്റെ ഭാഗമുണ്ട്. അതേപോലെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എക്സ്ട്രീം പ്രൈവസി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൈവസി ഉണ്ട്, നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ശരിക്കും ഹൈലൈറ്റ് അദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരാൾ താമസിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാവും. കാരണം വളരെ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഒരു വീട് ഫീലിംഗ്, ഒരു ഹോംലി ഫീലിംഗ് കിട്ടും. കാരണം 21 ആൾക്കാരേ ഉള്ളൂ, നമ്മൾ 21 ഫാമിലീസേ ഉള്ളൂ. പക്ഷേ എനിക്കൊരു ഹോംലി ഫീലിംഗ് കിട്ടുന്ന പക്ഷേ ഒരു വലിയൊരു സിറ്റീൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ്.